ഹലോ ഹായ്. നമുക്കിന്നേ ഒരു സാബുദാന കിച്ചടി ഉണ്ടാക്കിയാലോ? ചൗവരി വെച്ചിട്ടൊരു കിച്ചടി ഉണ്ടാക്കി നോക്കാം. ഇതൊരു മഹാരാഷ്ട്രീയൻ ഡിഷാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഇതേ നല്ല പോലെ ഒന്ന് ആദ്യം കഴുകിയെടുക്കാം നമുക്ക്, എന്നിട്ട് നോക്കാട്ടോ. എന്താ സാബുദാന ഞാൻ നല്ല പോലെ കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും ഒരു 2 സ്പൂൺ, വലിയ സ്പൂണ് 2 സ്പൂൺ തൈര് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. അതൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തൈരും ആവശ്യത്തിന് ഇതിന് മേലെ നിൽക്കുന്ന രീതിക്കുള്ള വെള്ളം, ഒപ്പത്തിനൊപ്പം മതി വെള്ളം, ഇത്രയും മതി. ഇത് നല്ലപോലെ ഇളക്കിയിട്ട് ഒരു നൈറ്റ് സോക്ക് ചെയ്യാൻ വെക്കണം. രാത്രി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സാബുദാന ഞാൻ 250 ml കപ്പിന് 1 കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മളിത് കപ്പലണ്ടി നിലക്കടല, അത് ഞാനൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. സാബുദാനയുടെ പകുതി നിലക്കടല ഇടണം. ഇതിന് നമ്മൾക്ക് നല്ലപോലെ പച്ച നിലക്കടലയാണ് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഇന്നലെ ഫ്രൈ ചെയ്ത് വെച്ച നിലക്കടല ഇവിടെ ഉണ്ട്. ഇനി അതിനെ നമുക്കൊന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതാണ്ടോ ഇന്നലെ രാത്രി സോക്ക് ചെയ്ത് വെച്ചതാണ് സാബുദാന. നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ, തൈരും ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് സോക്ക് ചെയ്ത് വെച്ചത് നല്ല പോലെ അങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്കായി വന്നിട്ടുണ്ട്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നിലക്കടല പൊടിച്ചതും ഈ മല്ലിയിലയും ജീരകവുമാണ് ഇതിന് മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നെ ഇടാനുള്ളത് ഒരു കുഞ്ഞു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിനുള്ള 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചിട്ട് കാണിക്കാം കേട്ടോ. നിലക്കടല ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. അപ്പൊ ഞാൻ ചെറിയ ഉരുളക്കിഴങ്ങ് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ്ടോ കപ്പലണ്ടി ഈ ഒരു ചെറുതായിട്ട് ക്രഷ് ചെയ്ത പോലെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? ഒരു കടായി വെച്ചിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കടുകൊന്നും ചേർക്കണ്ട. ജീരകം കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർക്കണം. ഞാനൊരു 1.25 സ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട്. ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾക്ക് ഈ ഉരുളക്കിഴങ്ങ് മുറിച്ചതും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പൊ ഇത് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് നോക്കണം. നമ്മൾ ഇന്നലെ സോക്ക് ചെയ്ത് വെക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇട്ട ഉപ്പ് കുറച്ച് കുറവായി പോയതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇതിൽ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ സാബുദാന ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കാം. അപ്പൊ നമ്മുടെ സാബുദാന അടച്ചു വെച്ചതിന് ശേഷം എങ്ങനെയായിരുന്നു എല്ലാം നന്നായി വെന്ത് പെട്ടെന്ന് ആവട്ടോ. അത് സോക്ക് ചെയ്ത് വെച്ചതുകൊണ്ടേ ഇത് നമുക്ക് അതിലേക്ക് നിലക്കടല ചേർത്ത് കൊടുക്കാം. തോലൊന്നും കളയാതെ തന്നെ പൊടിച്ചതാണേ. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പൊ ഇതാ നമ്മുടെ സാബുദാന കിച്ചടി റെഡി ആയിട്ടുണ്ട്. കട്ടയൊന്നും പിടിക്കാൻ നന്നായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയാണ് ഇതിന്റെ ഹൈലൈറ്റ്. മല്ലിയില ഇടാതെ ഇല്ലെങ്കിൽ പിന്നെ ഇത് ഉണ്ടാക്കിയ ടേസ്റ്റ് വരില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സാബുദാന കിച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണ്. അടുക്കളയിൽ നല്ല ചൂട്ട് ഒഴുകുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പൊ വേറൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ.